ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഘയായ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമുക്ക് പോയി കുഞ്ഞിനെ കാണാം. പ്രിയരെ, കണ്ണൂരിൽ ഒരു ക്ഷേത്രം സ്ഥാപിക്കുന്നതിനായി കുന്നത്തൂർക്കാവിന്റെ മുറ്റത്ത് ചേർന്നിരുന്ന നാട്ടുകാരുടെ യോഗം ഒരു സമിതിയെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ആ സമിതിയുടെ പ്രസിഡന്റ് ജോയ് ബട്ട്ലറും സെക്രട്ടറി ചാമക്കാലിൽ കണ്ണൻ മേസ്ത്രിയുമായിരുന്നു. ഒരു ദിവസം ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾക്കായി ഗുരുദേവനെ കണ്ണൂരിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നതിനായി കണ്ണൻ മേസ്ത്രിയും മറ്റു രണ്ടുപേരും കൂടി ശിവഗിരിയിലേക്ക് പുറപ്പെട്ടു. അതിന്റെ മൂന്നാമത്തെ ദിവസം കണ്ണൻ മേസ്ത്രിയുടെ ഭവനത്തിൽ ഒരു അത്യാഹിതമുണ്ടായി. മേസ്ത്രിയുടെ ഒരു വയസ്സുപോലുമായിട്ടില്ലാത്ത പൊടിക്കുഞ്ഞ് വേലക്കാരി കൊഞ്ചിക്കുന്നതിനിടയിൽ അബദ്ധം പറ്റി നിലത്ത് വീണു. ഉറച്ച തറയിൽ തലകുത്തിയാണ് വീണിരുന്നത്. ആ വീഴ്ചയുടെ ആഘാതത്തിൽ കുഞ്ഞിന്റെ തലയ്ക്ക് വലിയ മുറിവ് പറ്റുകയും ബോധം മറിയുകയും ചെയ്തു. ഗുരുദേവനെ ക്ഷണിക്കാൻ പോയിരിക്കുന്ന ആളിന്റെ കുട്ടിക്ക് തന്നെ ഇങ്ങനെയൊരു ദുരന്തമുണ്ടായല്ലോ എന്നോർത്ത് എല്ലാവരും സങ്കടപ്പെട്ടു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിനെ ഡോക്ടർമാർ പരിശോധിച്ച് മുറിവ് തുന്നിക്കെട്ടുകയും ഇഞ്ചക്ഷനും മറ്റും കൊടുക്കുകയും ചെയ്തു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞിന്റെ അപകടനിലയ്ക്ക് കുറവ് വരികയുണ്ടായില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗുരുദേവൻ കണ്ണൂരിലേക്ക് എഴുന്നള്ളതിനായി ഒരു വാർത്ത ജനങ്ങൾ അറിഞ്ഞു. ആ ദിവസം റെയിൽവേ സ്റ്റേഷനും പരിസരവും ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. ചോയിയും കൂട്ടരും ഗുരുദേവനെ വരവേൽക്കാനായി മുൻനിരയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ തെക്കുനിന്നും ഒരു തീവണ്ടി വന്നു നിന്നു. ജനങ്ങളെല്ലാം ആവേശഭരിതരായി ഗുരുദേവനെ കാണുവാൻ തിക്കിത്തിരക്കി. ആ തീവണ്ടിയിൽ നിന്നും ചാമക്കാലിൽ കണ്ണൻ മേസ്ത്രിയുടെ വലതുകൈയിൽ പിടിച്ചുകൊണ്ട് ഗുരുദേവൻ ഒരു മന്ദസ്മിതത്തോടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ജോയ് ബട്ട്ലർ തുളസിയില കൊണ്ട് തീർത്ത ഒരു ഹാരം അണിയിച്ച് ഗുരുദേവനെ സ്വീകരിച്ച് നമസ്കരിച്ചു. അവിടെ നിന്നും ചോയിയുടെ ഭവനത്തിലേക്ക് പോകുന്നതിനായി ഗുരുദേവൻ കാറിൽ കയറിയിരുന്നു. ആ നേരത്ത് കണ്ണൻ മേസ്ത്രി തന്റെ കുഞ്ഞിന് വന്ന ആപത്തിനെ കുറിച്ച് പൊട്ടിക്കരയുവാൻ തുടങ്ങി. കണ്ണൻ മേസ്ത്രി സഹിക്കാനാവാത്ത സങ്കടത്തോടെ കൈകൾ കൂപ്പി ഗുരുദേവനോട് അപേക്ഷിച്ചു, സ്വാമി, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. അതിനകം തന്നെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിരുന്ന ഗുരുദേവൻ മേസ്ത്രിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അപ്പോൾ പറഞ്ഞു, ഒന്നുമില്ലല്ലോ, ആദ്യം നമുക്ക് പോയി കുഞ്ഞിനെ കാണാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗുരുദേവൻ മേസ്ത്രിയുടെ കുഞ്ഞിനെ ചികിത്സിച്ചിരുന്ന ആശുപത്രിയിലെത്തി. ഒരുപാട് ആളുകൾ അപ്പോൾ ഗുരുദേവനെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു. തലയിൽ വെച്ചുകിട്ടുമായി ക്ഷീണിച്ച് യാതൊരു അനക്കവും കൂടാതെ കിടക്കുകയായിരുന്ന കുഞ്ഞിനെ കണ്ടതോടെ പിതാവായ ചാമക്കാലിൽ കണ്ണൻ മേസ്ത്രി മോഹാലസ്യപ്പെട്ടു വീണു. ചിലർ ഉടനെ അദ്ദേഹത്തെ താങ്ങിയെടുത്ത് ഒരു കട്ടിലിൽ കിടത്തി വേണ്ട പരിചരണം നൽകി. അതിനിടയിൽ ഗുരുദേവൻ അവിടെയുണ്ടായിരുന്ന ഒരു വൈദ്യനെ വിളിച്ച് ചില പച്ചമരുന്നുകളെപ്പറ്റി പറഞ്ഞിട്ട് അവ വേഗം കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. അല്പനേരത്തിനുള്ളിൽ തന്നെ ആ പച്ചമരുന്നുകളെല്ലാം അവിടെ വന്നെത്തി. ഗുരുദേവൻ അതിന്റെ നീരെടുത്ത് വേഗം ഒരു മരുന്ന് തയ്യാറാക്കിപ്പിച്ചു. എന്നിട്ട് അത് കുഞ്ഞിന്റെ തലയിലുണ്ടായിരുന്ന മുറിവിൽ ഗുരുദേവൻ തന്നെ പൊതിഞ്ഞുവെച്ചു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന പോലെ ഉണർന്നു കരയാൻ തുടങ്ങി. അതുകണ്ട് അതുവരെ കുഞ്ഞിനെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർമാർ പോലും അതിശയിച്ചു നിന്നു. ദിവസങ്ങൾക്കകം ആ കുഞ്ഞിന്റെ തലയിലെ മുറിവ് പൂർണ്ണമായും ഉണങ്ങി അവൻ സാധാരണ നിലയിലായി. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാട്.